എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ LGS പരീക്ഷയിലും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിം എക്സാമിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് മാത്സിലെ ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം വിട്ടുപോയ അക്കം കണ്ടെത്തുക എന്നതാണ്. ഇവിടെ നമ്മുടെ ചോദ്യം 4, 10, 6, 13, 8 എന്നിങ്ങനെയാണ് ആ ഒരു സീരീസ് തന്നിരിക്കുന്നത്. ഈ ഒരു സീരീസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇടവിട്ടിട്ടുള്ള സീരീസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 4 കഴിഞ്ഞാൽ 2 കൂട്ടിയാൽ 6 കിട്ടും, 6 കഴിഞ്ഞാൽ 2 കൂട്ടിയാൽ 8 കിട്ടും. അപ്പോൾ ഇവിടെ 4 + 2 6, 6 + 2 8. അപ്പോൾ സെയിം സംഖ്യ എന്ത് ചെയ്യുകയാണ്, കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 10 + 3 ആണ് 13 എന്ന് പറയുന്നത്. അപ്പോൾ 13നോട് 3 കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 81ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം ബോട്ട് മാസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാൽക്കുലേഷൻ രീതിയാണ്. അപ്പോൾ അവിടെ 50 കുറയ്ക്കണം 15 / 3 × 10 + 27 എന്നാണ് തന്നത്. അപ്പോൾ നമുക്കിവിടെ 50 കുറയ്ക്കണം 15/3 × 10 + 27 എന്ന് എഴുതാൻ പറ്റും. 10 + 27 ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 വരും. അപ്പോൾ 5 × 10 എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ എന്തായിട്ട് മാറും, 50 ആയിട്ട് മാറും. അതായത് 50 കുറയ്ക്കണം 50 കൂട്ടണം 27 എന്നാണ് ഇനിയുള്ളത്. ഇത് എത്രയായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഇനി അവശേഷിക്കുന്ന 27 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 83ാമത്തെ ചോദ്യമാണ്. 83ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5⁴ × 5⁵3 / 5�7 എന്നാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. a⁻m × a⁻n എന്നാണെങ്കിൽ a⁻m + n എന്ന് എഴുതാം. അതുപോലെ a⁻m/a⁻n എന്നാണെങ്കിൽ a⁻m - n എന്നും എഴുതാം. ഈ രണ്ട് ബേസിക് ഇക്വേഷൻസ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരുമ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ 5⁴ × 5⁵3 എന്നാണ്. അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5⁴ + 3 എന്ന് വരും. 5⁴ + 3 എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താണ്, 5⁻7 ആണ്, /5⁻7. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ a⁻m / a⁻n a⁻m - n എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ 5⁻7 / 5⁻7 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 5⁻7 - 7 എഴുതാം. അതായത് 5⁻0 എന്ന് വരും. 5⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഏതൊരു സംഖ്യയും ⁻0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട്. 1 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്, ഓപ്ഷൻ ഡി, അതായത് 1 എന്നാണ് ഉത്തരമായിട്ട് വരിക. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 27 ആണ്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 16 ആണ്. ഇനി അടുത്ത 2⁻10നോട് എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടുമെന്നാണ്. ഇവിടെ നോക്കുക, 2⁻10നോട് ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 2⁻11 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻11 - 2⁻10 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ 2⁻10നെ നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2⁻10 എന്താണ്, 2⁻2 - 1 എന്ന് കിട്ടും. 2 - 1 എന്ന് കിട്ടും. അതായത് 2⁻11 എന്ന് പറഞ്ഞാൽ എന്താണ്, 2⁻10 അതിലുണ്ട് ഇൻറ്റു 2⁻1 ആണ്. അപ്പോഴല്ലേ 2⁻10 + 1 2⁻11 എന്ന് കിട്ടുക. അതിൽ 2⁻10നെ നമ്മൾ പുറത്തോട്ടെടുത്തു. അപ്പോൾ നമുക്ക് 2 - 1 എന്ന് അവിടെ ഉണ്ട്. 2 - 1 എന്ന് പറയുമ്പോൾ എന്താണ്, അത് 1 ആണ്. അപ്പോൾ 2⁻10 × 1 ആണ് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ആ എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2⁻10 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ കൂട്ടി നോക്കിയാലും മതി. അതായത് 2⁻10 + 2⁻10 എന്ന് ചെയ്യുക. ആ 2⁻10നെ പുറത്തോട്ട് എടുക്കുക. അപ്പോൾ 2⁻10 × 1 + 1 എന്ന് വരും. അപ്പോൾ ഇത് 2⁻10 × 2 എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ 2⁻10 × 2⁻1. അപ്പോൾ 2⁻10 + 1 2⁻11 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷൻ എ ഒക്കെ ചിലവർ പോയിട്ട് വേണമെങ്കിൽ കറപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് 2⁻10 ആണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3⁻x എന്ന് പറയുന്നത് 3⁻x എന്ന് പറയുന്നത് 729 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3⁻x - 1ൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 729നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 9³ എന്ന് എഴുതാൻ പറ്റും. ഈ 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 3² ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3² എന്ന് എഴുതാൻ പറ്റും. 3² എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3⁻6 എന്ന് എഴുതാം. കാരണം a⁻m എന്ന് പറഞ്ഞാൽ a⁻m × n എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3⁻2 × 3 3⁻6 എന്ന് എഴുതാം.
ആ 3/6 എന്ന് പറയുമ്പോൾ 3x = 3/6 ആണ്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം, x = 6 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി 3x - 1 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കുക, 3/6 - 1. അപ്പോൾ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് 3/5ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് 3/5 എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 243 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 3/5ൻ്റെ വാല്യൂ എന്താണ്, 243 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A/B = 2:5, B/C = 4:3 ആയാൽ A/B/C എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ A/B എന്നാണ് കൊടുത്തത്, A/B പിന്നെ B/C ഇങ്ങനെ എഴുതുക. എന്നിട്ട് A/B എന്ന് പറയുന്നത് 2ഉം 5 എന്നും കൊടുത്തിട്ടുണ്ട്. B/C എന്ന് പറയുന്നത് 4ഉം 3 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ 4 ഉണ്ടല്ലോ അതിവിടെ എഴുതുക, ഈ 5 ഉണ്ടല്ലോ അതിവിടെ എഴുതുക. 4ഉം 2ഉം 8 ആണ്, I4 20 ആണ്, I3 15 ആണ്. ഇത് നമുക്കിനി വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. 8, 20, 15 അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. എന്താ നമ്മൾ ചെയ്തത്, ഇവിടെ 2:5 ആണ്. അപ്പോൾ ഈ 5 കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് റിപ്പീറ്റ് ആക്കി എഴുതുക. അതേപോലെ തന്നെ ഇവിടെ 4:3, ആ ബീൻ്റെ തൊട്ട് താഴെയായിട്ട് 4 എഴുതി, സീൻ്റെ താഴെയായിട്ട് 3 എഴുതി. കാരണം അവിടെ 4:3 B/C എന്നാണ് വന്നത്. അപ്പോൾ 4ൻ്റെ പുറകിലായിട്ട് ഈ 4 എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക താഴോട്ട്. 2 × 4 ആണ് 8, 5 × 4 ആണ് 20, 5 × 3 ആണ് 50. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് സിമ്പിളായിട്ട് ചെയ്യുക. ഇത് അതല്ലെങ്കിൽ നമ്മളിത് ശരിക്കും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, A/B/C. അതിൽ A/B എന്ന് പറയുമ്പോൾ 2ഉം 5ഉം എഴുതി, B/C എന്ന് പറയുമ്പോൾ 4ഉം 3 എഴുതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 4 8, അത് ഈ താഴെ എഴുതും. പിന്നെ 5 × 4 നമ്മൾ എന്ത് എഴുതി, 20 എന്ന് എഴുതി. അതേപോലെ തന്നെ 5 × 3 നമ്മൾ എന്ത് എഴുതി, 15 എന്ന് എഴുതി. അപ്പോൾ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഇവിടെ 4 എഴുതിയാലും എന്ത് തന്നെയാണ്, അതുപോലെ ഇവിടെ 5 എഴുതിയാലും എന്ത് തന്നെയാണ്. ഈ ഒരു രീതി തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മൾ അവിടെ 4 എഴുതും, 5 എഴുതും. അതൊരു ടിപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്തു പോയാൽ കുറേ സമയമെടുക്കും. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ കാണിക്കുന്നത് ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വിസ്തീർണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഈ ഒരു പോർഷനെ നമുക്ക് എന്താക്കി മാറ്റാം, ഒരു ഇതാക്കി റെക്ടാങ്കിളായിട്ട് മാറ്റാൻ പറ്റും, ഒരു ചതുരമായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതെത്രയാണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇത്രയും എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 10 × 3 ആണ്, നമുക്കവിടെ 30 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇനി ഈ ഒരു ചെറുത് ബാക്കിയില്ലേ, ഈ ചെറുതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 2 ആണെന്ന് അറിയാം. ഓൾറെഡി ഇവിടെ നമുക്ക് 3 ആണെന്നറിയാം. ഇത് ടോട്ടൽ 6 ആണ്. അപ്പോൾ ഇത്രയും ഉള്ളത് എത്രയായിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ 3 × 2 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുക, അപ്പോൾ നമുക്കവിടെ 36 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടണം, 30 + 6 36. 87ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് കിട്ടുക. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 35, 28, x 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവയുടെ ശരാശരി എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്, തുക / എണ്ണം എന്ന് പറയുന്ന സൂത്രവാക്യമാണ്. അപ്പോൾ ആ ഒരു സൂത്രവാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ശരാശരി 36 നിന്നിട്ടുണ്ട്. അപ്പോൾ 36 = തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്, 5 പേരുണ്ട്, 5 സംഖ്യകളുണ്ട്. അപ്പോൾ അതിൻ്റെ ശരാശരിയാണ് 36 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 5 × 36 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ തുക എന്ന് പറയുന്നത്. 5 × 36 എന്ന് പറയുന്നതാണ് ടോട്ടൽ തുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 35ഉം അതേപോലെ തന്നെ 28ഉം 42ഉം 32ഉം കൂട്ടുക. അപ്പോൾ 35ഉം 28ഉം കൂട്ടുക. അതങ്ങനെ കൂട്ടാം. 30 + 20 50 ആണ്, 50 + 8 58 ആണ്. 58ഉം പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്, ആ 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും, 63 എന്ന് കിട്ടും. 63ഉം പിന്നെ ഈ 42ഉം കൂട്ടുക. 60 + 40 100, 105 എന്ന് കിട്ടും. 105ഉം ഈ 32ഉം കൂട്ടുക. അപ്പോൾ 130 + 7 137 എന്ന് കിട്ടും. ഈ 5 × 36 നമുക്ക് കിട്ടും 6 × 30, I3 15 1, 6 × 30, I3 15 3 18 180 എന്ന് കിട്ടും. ഈ 150ഉം ഈ 137 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്.
അപ്പോൾ ഇത് നമുക്ക് കിട്ടുക 43 എന്നാണ് കിട്ടുക. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 88ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനുവേണ്ടി നമുക്കിവിടെ ശരാശരി തന്നിട്ടുണ്ട്. അപ്പോൾ ശരാശരി ഇൻറ്റു ടോട്ടൽ എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സംഖ്യയും എക്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംഖ്യകളും കൂട്ടിയാൽ കിട്ടുന്ന തുക നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 180 എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 137 എന്ന് കിട്ടും. 137 പ്ലസ് എക്സ് എന്നാണ് വരിക. കാരണം എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പം 137ഉം ആ എക്സും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഈ 180 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ 180നോട് 137 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തതിലേക്ക് വരാം. 1 2/3 പ്ലസ് 2 1/2 പ്ലസ് 3 1/3 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനിലെ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗം എടുത്തിട്ട് നമ്മൾ കൂട്ടുക. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് ചെയ്യുക. അതിനുശേഷം ബാക്കി ഭാഗം അതായത് 2/3 പ്ലസ് 1/2 പ്ലസ് 1/3. ഇനി 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 6 എന്ന് കിട്ടും. പ്ലസ് ഇത് 2/3യും 1/3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഈ രണ്ട് ഭാഗമുണ്ട്. 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പോൾ 3/3 എന്ന് വരും. അതായത് ഇതും കൂടെ കൂട്ടുമ്പോൾ 3/3 എന്ന് വരും. ആ 3/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, 1 ആണ് നമുക്കറിയാം. എന്താണ്, 1 ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതുണ്ട്, ഈ 1/2 കൂടിയുണ്ട്. 1/2 കൂടിയുണ്ട്. ഇതും കൂടെ കൂട്ടുമ്പോൾ 6 പ്ലസ് 1 കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും. 7 1/2. അപ്പോൾ 7 1/2 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ ആ ഫ്രാക്ഷൻ ഇല്ലാത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൂട്ടുക. അതിനുശേഷം നമ്മൾ ഫ്രാക്ഷനുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുക. ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി 90ാമത്തെ ചോദ്യം ഫൈനാൻസ് കീയിൽ ഡിലീറ്റ് ആക്കിയതാണ്. ഇനി ബി എന്ന് പറയുന്ന ഓപ്ഷൻ 91ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 9ാമതാണ്. ഇപ്പോൾ ഒരു വരിയുണ്ട്, ആ ജോണി മുന്നിൽ നിന്ന് എത്രാമതാണ്, 9ാമതാണെന്ന് പറയുന്നു. പിന്നിൽ നിന്ന് 8ാമതാണെന്നും പറയുന്നു. വരിയിൽ ആകെ എത്ര പേര്, നമ്മൾ പഠിക്കാറുള്ള ഒരു ഇക്വേഷനാണ് m+n-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ടോട്ടൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ മുന്നിൽ നിന്ന് 9 ആണ്, അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് 9 കൊടുക്കുക. പിന്നിൽ നിന്ന് 8 ആണ്, അപ്പോൾ 8 കൊടുക്കുക, -1 ചെയ്യുക. 9ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ 17 എന്ന് കിട്ടും. അതിനോട് 1 കുറച്ചാൽ 16 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും 25 മീറ്റർ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 25 മീറ്റർ അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇതാണ് എ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ബിയിലെത്തി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു, ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് ഇടത്തോട്ട് 10 മീറ്റർ നടന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ദിശയിൽ 10 മീറ്റർ നടന്നിരിക്കുകയാണ്. സിയിലെത്തി എന്നാണ് പറയുക. അപ്പോൾ ഇത് സി എന്ന് പറയുന്ന പോയിന്റാണ്. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്നു. അപ്പോൾ ഈ ഒരു ദിശയിൽ 20 മീറ്റർ നടന്നിരിക്കുകയാണ്. ഡിയിലെത്തി. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഡിയിൽ നിന്ന് വീണ്ടും 10 മീറ്റർ വലത്തോട്ട് നടന്നു എന്നാണ്. അപ്പോൾ അതാ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നു, 10 മീറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അയാൾ എയിൽ നിന്ന് എത്ര അകലെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയുള്ള ദൂരം 25 ആണ്. ഇത്രയുള്ള ദൂരം ദാ ഈ 20 ആണ്. 20 പ്ലസ് 20 40 പ്ലസ് 5 45 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ 45 വരുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 92ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. അപ്പോൾ കൃത്യമായ രീതിയിൽ അത് വരയ്ക്കുക, സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2020 ആണ്. അതൊരു ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ 2020 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ അവിടെ നമുക്ക് അതൊരു ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിൽ അവിടെ എത്ര ദിവസമുണ്ട്, 29 ദിവസമുണ്ട്. പിന്നെ ഈ മാർച്ച് 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ദിവസമായി, 30 ദിവസമായി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 30 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 7 ചെയ്യുക. 7 ചെയ്യുമ്പോൾ നമുക്ക് 4 വട്ടം പോകുമ്പോൾ 28. സിസ്റ്റം എന്താണ്, 2 എന്ന് കിട്ടും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഓഡ് ഡേയ്സ് ആണ്, അതായത് അധിക ദിവസമാണ്. അതായത് ഇവിടെ 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താണ് ഈ പറയും പോലെ അതിൻ്റെ പിറകിലുള്ള ദിവസം, അതായത് നമ്മുടെ വെള്ളിയാഴ്ച, അതാണല്ലോ ഒരാഴ്ച എന്ന് പറയുന്നത്. ടോട്ടൽ 7 ദിവസമല്ല. അപ്പോൾ ശനിയാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച, അങ്ങനെ ആ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടും പിന്നെ എത്ര ദിവസം ഉണ്ട് അവിടെ, 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ 1-ാമത്തെ ദിവസം ഏതായിരിക്കും, ശനിയാഴ്ച ആയിരിക്കും. തൊട്ടടുത്ത ദിവസം ഏതായിരിക്കും, ഞായറാഴ്ച ആയിരിക്കും. ആ ഞായറാഴ്ച ആയിരിക്കും ഏത് വരിക,
മാർച്ച് 1-ാം തീയതി വരിക. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഞായറാഴ്ച എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് എയും ബിയും ഒറ്റസംഖ്യകളായാൽ താഴെ പറയുന്നതിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. എയും ബിയും ഒറ്റസംഖ്യയായാൽ താഴെ പറയുന്നതിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് A+B എന്നതാണ് ഉത്തരമായിട്ട് വരിക. നമ്മൾ ഏതെങ്കിലും രണ്ട് ഒറ്റസംഖ്യ എടുക്കുക. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ 3ഉം 5ഉം എടുത്തു. അത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഒറ്റസംഖ്യയായിരിക്കും. 3 15. 7ഉം അതുപോലെ തന്നെ നമ്മളൊരു ഒറ്റസംഖ്യയായിട്ട് 9 എടുത്തു. 9 7 63. എപ്പോഴും അതെന്തായിരിക്കും? ഒറ്റസംഖ്യയായിരിക്കും. ഇനി ഇവിടെ നോക്കുക. ഇപ്പം നമ്മൾ ഏതെങ്കിലും രണ്ട് ഒറ്റസംഖ്യ എടുത്തു. 5 × 3 15. 15-നോട് 2 കൂട്ടിയാൽ 17. അതൊരു ഒറ്റസംഖ്യയായിരിക്കും. ഇവിടെ നോക്ക് A+B, അതായത് ഒരു ഉദാഹരണം 5 3 8 + 1 9. അതൊരു ഒറ്റസംഖ്യയായിരിക്കും. പക്ഷേ രണ്ട് ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എന്തായിരിക്കും കിട്ടുക? ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ഒറ്റസംഖ്യകളിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 12 * 34 * 41 എന്ന് പറയുന്നത് 3 7 5 എന്ന് എഴുതിയിട്ടുണ്ട്. 53 * 81 * 62 എന്നതിനെ 8 9 8 എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തെന്നാണ്? ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത് ഈ 1 2 ഉണ്ടല്ലോ, ആ 1 2 കൂടെ കൂട്ടിയാൽ നമുക്ക് 3 കിട്ടും. 3ഉം 4ഉം ഉണ്ടല്ലോ, അത് കൂട്ടി 7 കിട്ടും. ഈ 4ഉം 1ഉം കൂട്ടി 5 കിട്ടും. അങ്ങനെയാണ് നമുക്ക് 375 കിട്ടിയത്. അപ്പോൾ അടുത്ത എങ്ങനെയാണ്? 5 3ഉം കൂട്ടി 8, 8 1ഉം കൂട്ടി 9, 6 2ഉം കൂട്ടി 8. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരം എന്താ വരിക? 43 7 വരും. പിന്നെ 22-ൽ 25-ൽ 7 വരും. പിന്നെ 4 വരും. 774 എന്ന് വരും. 95 ഓപ്ഷൻ ബി. ഇനി അടുത്ത് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരപ്പളവ് വിസ്തീർണം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? നീളം എത്ര തന്നിട്ടുണ്ട്? 50 മീറ്റർ ആണ്. വിസ്തീർണം 1500 എന്ന് തന്നിട്ടുണ്ട്. പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര എന്നാണ്? വേലിയുടെ നീളം എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേലിയുടെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഇതിൻ്റെ ചുറ്റളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 50 മീറ്റർ ആണ് അതിൻ്റെ എന്ന് നൽകിയിരിക്കുന്നത്, നീളം എന്ന് തന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പം നീളം ഇൻറ്റു വീതി, അതായത് 50 ഇൻറ്റു വീതി, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1500 എന്ന് കിട്ടും. ഈ വീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു വേലിയുടെ നീളം എന്ന് പറയാം. കാരണം വേലി നമ്മൾ കെട്ടുക ഈ ഒരു ചുറ്റുമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ 50 ചെയ്യുക. അപ്പോൾ ഇതും പോയി നമുക്കിവിടെ വീതി എന്ന് പറയുന്നത് നമുക്ക് 30 എന്ന് കിട്ടി. ഇനി ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് 2 × L+B എന്ന് പറയുന്നത്, അതായത് നീളം പ്ലസ് വീതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നീളം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? ചോദ്യത്തിൽ 50 തന്നിട്ടുണ്ട്. വീതി നമുക്കിപ്പോൾ 30 എന്ന് കിട്ടി. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും, അല്ലേ? 80 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്താൽ 160 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 160 മീറ്റർ ആയിരിക്കും ആ വേലിയുടെ നീളം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ക്ലോക്കിലെ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ ആ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 9 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 മണി. അപ്പോൾ 9 അതിൻ്റെ നേരെയായിരിക്കും മണിക്കൂർ സൂചി. 12ൻ്റെ നേരെയായിരിക്കും ഏതെന്ന് പറയുന്നത്? മിനിറ്റ് സൂചി എന്ന് പറയുന്നത്. അപ്പോൾ 9 കഴിഞ്ഞാൽ ഇവിടെ 10 ഉണ്ട്. പിന്നെ ഇവിടെ എത്രയുണ്ട്? 11 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ ഓരോ 5 മിനിറ്റും എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9ഉം 10ഉം തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് 30ആണ്. ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30. അപ്പോൾ ഇവിടെ 30 × 3 90 ഡിഗ്രി. അല്ലെങ്കിൽ അത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു മട്ടത്രികോണമാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മട്ടത്രികോണത്തിൻ്റെ കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ 1500 രൂപയ്ക്കാണ് അദ്ദേഹം അത് വാങ്ങിയത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ 1500ൻ്റെ 15% കൂടെ കൂട്ടിയാൽ മതി. ലാഭം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 1500ൻ്റെ 10% എന്ന് പറയുമ്പോൾ ഈ അവസാനത്തെ 0 ഒഴിവാക്കിയാൽ മതി. നമുക്കവിടെ 150 കിട്ടും. അതിൻ്റെ 5% കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 15% എന്ന് കിട്ടും. അപ്പോൾ 5%, 10% 150 ആണെങ്കിൽ 5% എത്രയാണ്? അതിൻ്റെ പകുതി 75. അപ്പോൾ നമുക്കിവിടെ 5 7 5 12, ഇവിടെ 225 എന്ന് കിട്ടും. അത് ഈ പറഞ്ഞ 1200 കൂട്ടിയാൽ മതി. 5
271 1725. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 98-ാം ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത് ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കുക, 75 km/h എന്നാണ് പറഞ്ഞത്. അതായത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിലാണ് 75 കിലോമീറ്റർ അദ്ദേഹം പോകുന്നത്. 60 മിനിറ്റിലാണ് 75 കിലോമീറ്റർ പോകുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയാണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റിൽ അപ്പം 75/60 എന്ന് കിട്ടും അല്ലേ? 75/60 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 മിനിറ്റിൽ എത്രയാണ്. അപ്പോൾ 50 മിനിറ്റ് കണ്ടുപിടിക്കാനോ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താൽ മതി? 50 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതും നമുക്ക് വെട്ടിപ്പോയി. ഇത് നമുക്ക് 3 വെച്ച് പോവുകയാണെങ്കിൽ നമുക്കിവിടെ 2 വരും. ഇവിടെ നമുക്ക് 25 എന്നാണ് വരിക അല്ലേ? 25 × 3 ആണ് 75 എന്ന് പറയുന്നത്. 25 × 5 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 125 എന്ന് കിട്ടും. അതേ ബൈ 2 ചെയ്യുകയാണെങ്കിൽ 6 വരും, 4 വരും, 0.5 വരും. 62.5 എന്ന് വരും. 62.5 കേട്ടോ. 62.5 എന്ന് പറയുമ്പോൾ 99-ാമത്തെ ചോദ്യവും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് 125/2 ആണ്. അപ്പോൾ ഇവിടെ വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 6 വട്ടം പോവും, പിന്നെ 5 എത്ര 2 വട്ടം പോവും, പിന്നെ ശിഷ്ടം 1 ഉണ്ട്. അപ്പോൾ നമുക്കവിടെ 5 നീളും. അപ്പോൾ 62.5 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ NAGPUR എന്നതിനെ, നാഗ്പൂർ എന്നതിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? OBHQVS എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും HJKLMNO തൊട്ടടുത്ത നമ്പർ, A കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത അക്ഷരം B, G കഴിഞ്ഞാലുള്ള തൊട്ടടുത്ത അക്ഷരമാണ് H, P കഴിഞ്ഞാലുള്ളത് Q, U കഴിഞ്ഞാൽ V, R കഴിഞ്ഞാൽ S. സിമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ HJKLMN N വെച്ച് തുടങ്ങുന്ന HJKLMN ആണ് എന്ന് പ്രതിനിധീകരിച്ചാൽ MBDLOPS എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. ഇതിപ്പോൾ കോഡാണ് തന്നിരിക്കുന്നത്, അതായത് ഈ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്, അത് ഏത് നഗരമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ LM ആണ്. അപ്പോൾ ആദ്യം വരേണ്ടത് L ആണ്. L വെച്ച് വരുന്ന 2 ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? കളയാൻ പറ്റും. ഇനി U നോക്കണ്ട, കാരണം ഇവിടെയും U തന്നെയാണ്. അടുത്തത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ D ആണ്. Dൻ്റെ പുറകിലായിട്ട് വരുന്ന ഏതാണ്? C ആണ്. C വെച്ച് വരുന്നത് ഓപ്ഷൻ A ആണ്. അപ്പോൾ 100-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 20 ചോദ്യങ്ങളാണ്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ 80ഓളം GK ചോദ്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ 20 ചോദ്യങ്ങളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇതുപോലുള്ള 10th ലെവൽ പ്രിലിം എക്സാമിന് ഗുണപ്രദമാവുന്ന കഴിഞ്ഞ നടത്തിയിരിക്കുന്ന പ്രിലിം പേപ്പറിലെ മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.